വയനാട് മുപ്പൈനാട് കാടാശ്ശേരിയിൽ ആടിനെ പുലികുന്നു. ആടിൻ്റെ ജഡവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. മേപ്പാടി വനം വകുപ്പ് ഓഫീസിലാണ് പ്രതിഷേധം. അർജുൻ PS ചേരുന്നു വയനാട്ടിൽ നിന്നും. അർജുൻ, കടുവ ശല്യമായിരുന്നു, ഇപ്പോഴിതാ പുലി ശല്യം. കഴിഞ്ഞ ദിവസവും പുലി അവിടെ എസ്റ്റേറ്റിൽ ഒരാളെ ആക്രമിച്ചിരുന്നു. ഇപ്പോഴിതാ ആടിനെ പുലി കൊന്ന വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, മുപ്പൈനാടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് മുപ്പൈനാട് കാടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ആടിനെ പുലി പിടിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻപ് നേരത്തെ നമ്മൾ ഈ കടുവയെ പിടികൂടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കടുവയെ ചത്തതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ പുലിയുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുലി ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് വേണം പറയാൻ. ഇപ്പോൾ നാട്ടുകാർ മേപ്പാടി വനം വകുപ്പ് ഓഫീസിലാണ് പ്രതിഷേധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണുള്ളത്. ഈ 3 മാസം ഗർഭിണിയായ ആടിനെയാണ് ഈ പുലി കൊന്നിരിക്കുന്നത്. അതായത് പാറക്കൽ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ആടിനെയാണ് കൂട്ടിൽ വന്ന് ഇത്തരത്തിൽ പുലി ആക്രമിച്ചത് എന്നുള്ളതാണ് ഇത്തരത്തിൽ നാട്ടുകാരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ പ്രദേശത്ത് ഉയർന്നു വരുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുലി ഇറങ്ങുകയല്ലാതെ മറ്റ് മൃഗങ്ങളെ പിടിക്കുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ഇപ്പോൾ ഇതാ വളർത്തു മൃഗങ്ങളെ അടക്കം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രദേശത്തേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പുലി ഒരു യുവാവിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതാ വീണ്ടും ഇപ്പോൾ മുപ്പൈനാട് കാടാശ്ശേരിയിൽ ആടിനെ ഈ പുലി തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അനിൽ നമ്പ്യാർ. അർജുൻ, വനം വകുപ്പ് എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ വനംവകുപ്പ് നമ്മളോട് കഴിഞ്ഞ ഏതൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായോ ആ സ്ഥിതിയിൽ തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. അതായത് കൃത്യമായ പരിശോധന ഉണ്ടാവും. ഈ സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ക്യാമറകൾ, CCTV ക്യാമറകൾ അടക്കം ഇവിടെ സ്ഥാപിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് എപ്പോഴുമുള്ള ഒരു നടപടിയാണ്. ഈ പുലി അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ മാത്രം ഇത്തരത്തിൽ പ്രതിരോധ നടപടി സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴും വയനാട്ടുകാർക്കിടയിലുള്ളത്. പക്ഷെ അതല്ല വേണ്ടത്. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇത്. എല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഓരോ ദിവസവും പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു. ഇത്തരത്തിൽ ഓരോ ദിവസവും നിത്യസംഭവമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആന ഇറങ്ങാതിരിക്കാനുള്ള ഫെൻസിംഗ് രീതി പോലും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫെൻസിംഗ് രീതി അവലംബിക്കുന്നില്ല. മാത്രമല്ല പുലി അല്ലെങ്കിൽ കടുവ തുടങ്ങിയ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ അതിൽ എന്താണ് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് എന്നുള്ളതടക്കം വനം വകുപ്പിന് ബോധ്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രീതികൾ അവലംബിക്കുക, അതായത് ശാസ്ത്രീയമായ രീതിയിൽ കാടും നാടും വേർതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാരുടെ ആവശ്യം. വയനാട് മുപ്പൈനാട് കാടാശ്ശേരിയിൽ ആടിനെ പുലി കൊന്നു. ആടിൻ്റെ ജഡവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. മേപ്പാടി വനം വകുപ്പ് ഓഫീസിലാണ് പ്രതിഷേധം. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.